So, hello my dear students. Today we can learn about HPLC. The full form of HPLC is High Performance Liquid Chromatography. So, it is coming under column chromatography. ഇതൊരു മോഡിഫൈഡ് കോളം ക്രൊമാറ്റോഗ്രഫി ആണ്. കോളം ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? കോളത്തിനകത്ത് ക്രൊമാറ്റോഗ്രഫി കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് കോളം ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു കോളം, ഇതൊരു ക്രൊമാറ്റോഗ്രഫി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ടായിരിക്കും, ഒരു മൊബൈൽ ഫേസ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു കോളം ഉണ്ടായിരിക്കും അല്ലേ. അതാണ് ക്രൊമാറ്റോഗ്രഫി ടെക്നിക്സിന്റെ പ്രത്യേകത. ഇവിടെ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സി ദെൻ സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സാധാരണയായിട്ട് സിലിക്ക ജെല്ലോ, അലുമിനിയോ അല്ലെങ്കിൽ സെല്ലുലോസോ ആയിരിക്കും. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഇത് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഇവിടെ വളരെ ഹൈ പ്രഷർ പമ്പിലൂടെയാണ് മൊബൈൽ ഫേസ് പമ്പ് ചെയ്ത് വിടുന്നത്. ഇറ്റ്സ് ഇറ്റ് ക്ലിയർ? ഇപ്പോൾ 40 മെഗാ പാസ്കൽ പ്രഷർ അപ്ലൈ ചെയ്താണ് മൊബൈൽ ഫേസ് ഈ കോളത്തിലേക്ക് പമ്പ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു പ്രത്യേകത. ഈ പെർട്ടിക്കുലർ HPLC എന്ന് പറയുന്ന കോളം ക്രൊമാറ്റോഗ്രഫിയുടെ പ്രത്യേകതയും അതാണ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റേഷനറി ഫേസ് എന്തെല്ലാമാണെന്ന് ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു. ഇത്രയും ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേഷനറി ഫേസസ് യൂസ് ചെയ്യാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഈ പാർട്ടിക്കിൾസ് എല്ലാം സ്മോൾ സൈസ് ആണ്. സ്മോൾ സൈസ് പാർട്ടിക്കിൾസ് ആകുമ്പോൾ അത് സാമ്പിൾസിന് ലാർജ് സർഫസ് ഏരിയ പ്രൊവൈഡ് ചെയ്യും. സാമ്പിൾസിന്റെ സർഫസ് ഏരിയ കൂടുമ്പം റെസൊല്യൂഷനും കൂടും. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ എഫിഷ്യൻസിയും കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ സ്റ്റേഷനറി ഫേസ് തന്നെ എടുക്കുന്നത്. എന്തൊക്കെയായിരുന്നു സ്റ്റേഷനറി ഫേസ് പറഞ്ഞത്? സിലിക്ക ജെല്ലും അലുമിനിയം സെല്ലുലോസും യൂസ് ചെയ്യുന്നതിന്റെ കാരണം അവരുടെ പാർട്ടിക്കിൾ സൈസ് കുറവായതുകൊണ്ടാണ്. അത് സാമ്പിൾസിന് ലാർജ് സർഫസ് ഏരിയ പ്രൊവൈഡ് ചെയ്യും, അങ്ങനെ റെസൊല്യൂഷൻ കൂട്ടും. ഇനി നമുക്ക് HPLC കമ്പോണൻസ് അതിൽ യൂസ് ചെയ്യുന്ന കോളത്തിനെ പറ്റി നോക്കാം. കാരണം ഇവിടെ HPLCയിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോളം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ആ കോളം ഉണ്ടാക്കുന്നതും ആ കോളത്തിന്റെ സൈസിനും ഒക്കെ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ സാധാരണയായിട്ട് 50 മെഗാ പാസ്കൽ പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടായിരിക്കും കോളം മാനുഫാക്ചർ ചെയ്യുന്നത്. രണ്ടാമത്, ഈ കോളത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4.5 മില്ലിമീറ്റർ ആയിരിക്കണം. അതുമാത്രമല്ല അതിന്റെ ലെങ്ത് 5 to 25 സെന്റിമീറ്ററും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് സ്പെസിഫിക്കേഷൻ കോളത്തിന്റെ. ഇനി വേറൊരു സ്പെസിഫിക്കേഷനും കൂടെ ഉണ്ട്. ഹൈ പ്രഷർ പമ്പ് വഴി മൊബൈൽ ഫേസ് പമ്പ് ചെയ്യേണ്ട ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫേസ് പമ്പ് ചെയ്ത് ഈ കോളത്തിൽ കൂടെ ഫ്ലോ ചെയ്യേണ്ട റേറ്റിനെയാണ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. അത് 1 to 3 മില്ലി ലിറ്റർ പെർ മിനിറ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു മിനിറ്റിൽ 1 തൊട്ട് 3 മില്ലി ലിറ്റർ മൊബൈൽ ഫേസ് മാത്രമേ ഫ്ലോ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇനി നമുക്ക് സ്റ്റേഷനറി ഫേസിന്റെ കമ്പോണൻസിനെ പറ്റി നോക്കാം. സ്റ്റേഷനറി ഫേസ് ഓൾറെഡി ഞാൻ പറഞ്ഞു എന്തൊക്കെ കൊണ്ടുണ്ടാക്കണം എന്നുള്ളത്. അതിൽ സാധാരണയായിട്ട് സ്റ്റേഷനറി ഫേസ് ചെയ്യുന്നത് ഒരു അഡ്സോർബന്റ് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഡ്സോർബന്റ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസസിനെ പുറമേ ഉള്ള സർഫസിൽ അഡ്സോർബ് ചെയ്ത് നിർത്തുന്നു. ബൈൻഡ് ചെയ്യുന്ന പുറമേ ഉള്ള സർഫസിൽ ബൈൻഡ് ചെയ്യുന്നതിനെയാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റേഷനറി ഫേസ് എല്ലാം ഈ അഡ്സോർപ്ഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്ക ജെല്ലോ അല്ലെങ്കിൽ ഡൈവിനൈൽ ബെൻസീനോ യൂസ് ചെയ്യാം. സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്ക ജെല്ലായിരിക്കും, അല്ലെങ്കിൽ ഡൈവിനൈൽ ബെൻസീൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആയിരിക്കും സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുമല്ലെങ്കിൽ അലുമിനിയം പിന്നെ സെല്ലുലോസും യൂസ് ചെയ്യാം. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് ഈ 2 മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേഷനറി ഫേസ് ആയിട്ട്. ഇനി നമുക്ക് മൊബൈൽ ഫേസ് എന്താണെന്ന് നോക്കാം. മൊബൈൽ ഫേസ് ഇതുപോലെ ഒരു സോൾവെന്റ് റിസോവിയറിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ മൊബൈൽ ഫേസ് പോളാറും യൂസ് ചെയ്യാം, നോൺ പോളാറും യൂസ് ചെയ്യാം. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏത് സാമ്പിളിനെയാണോ സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആ സാമ്പിളിന്റെ ടൈപ്പ് അനുസരിച്ചായിരിക്കണം നമ്മൾ മൊബൈൽ ഫേസ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോൺ പോളാർ ആയിട്ടുള്ള സാമ്പിൾ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പോളാർ ആയിട്ടുള്ള മൊബൈൽ ഫേസ് ആയിരിക്കണം. പോളാർ മൊബൈൽ ഫേസ് ആയിരിക്കണം, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോളാർ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണെങ്കിൽ നമ്മൾ ഏത് മൊബൈൽ ഫേസ് സെലക്ട് ചെയ്യണം? നോൺ പോളാർ മൊബൈൽ ഫേസ് സെലക്ട് ചെയ്യണം. മനസ്സിലായോ? നോൺ പോളാർ മൊബൈൽ ഫേസ് സെലക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മൊബൈൽ ഫേസ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല ഈ മൊബൈൽ ഫേസ് ഇതുപോലെ ഒരു സോൾവെന്റ് റിസോവിയറിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ട് അതിനെ ഒരു ഹൈ പ്രഷർ പമ്പ് വഴിയാണ് കോളത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ ഈ കോളത്തിന്റെ മേളിലായിട്ട് ഒരു സാമ്പിൾ ഇഞ്ചക്ടർ കാണും. അതിനകത്തോട്ടാണ് സാമ്പിൾസ് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സാമ്പിൾ ഇഞ്ചക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പുറകെ നിന്ന് ആര് വരും? ഈ ഹൈ പ്രഷറിൽ അപ്ലൈ ചെയ്ത മൊബൈൽ ഫേസ് ഇങ്ങനെ സാമ്പിളിനെയും കൂടെ അതിന്റെ കൂട്ടത്തിൽ ഒഴുക്കി കൊണ്ടുപോകും കോളത്തിനകത്തേക്ക്. ഓക്കെ. ഇനി നമുക്ക് ഡിറ്റക്ടർ. ഇപ്പം ഇതിന്റെ ഹോൾ സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ HPLCയുടെ ഒരു സോൾവെന്റ് റിസോവിയർ കാണും. മൊബൈൽ ഫേസ് ആയിരിക്കും ഇതിൽ നിറച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു ഹൈ പ്രഷർ പമ്പ് വഴി മൊബൈൽ ഫേസിനെ ഇതുപോലെ പമ്പ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് സാമ്പിൾ ഇഞ്ചക്ടർ ഉണ്ട്. ഇതുവഴിയായിരിക്കും സാമ്പിൾ ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോൾ സാമ്പിൾസിനെയും കൂടെ കൊണ്ട് ഈ മൊബൈൽ ഫേസ് ഇതുപോലെ കോളത്തിനകത്തോട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ കോളത്തിനകത്തോട്ട് ഫ്ലോ ചെയ്യുമ്പം ആ സാമ്പിളിലുള്ള സബ്സ്റ്റൻസസിന് ആരെയാണോ ഇഷ്ടമുള്ളത്, ആരടുത്താണോ അട്രാക്ഷൻ ഉള്ളത്, ആരടുത്താണോ അഫിനിറ്റി ഉള്ളത്, അതായത് മൊബൈൽ ഫേസിന്റെ അടുത്താണോ അതോ സ്റ്റേഷനറി ഫേസിന്റെ അടുത്താണോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സാമ്പിൾസിന് മൊബൈൽ ഫേസിന്റെ അടുത്താണ് അഫിനിറ്റി കൂടുതലുള്ളതെങ്കിൽ ആ സാമ്പിൾസ് മൊബൈൽ ഫേസിന്റെ കൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അത് ആദ്യം സെപ്പറേറ്റ് ഔട്ട് ചെയ്യും. മനസ്സിലായോ? ആ സെപ്പറേറ്റ് ഔട്ട് ചെയ്യുന്ന ആ മൊബൈൽ ഫേസിലുള്ള സബ്സ്റ്റൻസസിനെ അല്ലെങ്കിൽ സാമ്പിൾ മോളിക്യൂൾസിനെ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ ഒരു PC കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യും. ആ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? ഈ സബ്സ്റ്റൻസസിനെ ഇതുപോലെ പീക്സ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. മനസ്സിലായോ? ഇനി ഈ സാമ്പിൾ മോളിക്യൂൾസിന് ഇപ്പൊ സ്റ്റേഷനറി ഫേസിന്റെ അടുത്താണ് അഫിനിറ്റി എങ്കിൽ അതെന്ത് ചെയ്യും? സ്റ്റേഷനറി ഫേസിന്റെ അടുത്ത് അഡ്ഹർ ചെയ്തിരിക്കും. സ്റ്റേഷനറി ഫേസിൽ അഡ്ഹർ ചെയ്തിരിക്കും അല്ലെങ്കിൽ അഡ്സോർബ് ചെയ്തിരിക്കും. അപ്പോൾ സ്റ്റേഷനറി ഫേസ് ആണ് ഇത് ഫുൾ പാക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? ഇത് സിലിക്ക ജെല്ലോ ഡൈവിനൈൽ ബെൻസീനോ കൊണ്ട് പാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം സ്റ്റേഷനറി ഫേസിന്റെ അടുത്താണ് അഫിനിറ്റി കൂടുതലെങ്കിൽ അങ്ങനത്തെ സാമ്പിൾ മോളിക്യൂൾസ് സ്റ്റേഷനറി ഫേസിൽ അഡ്ഹർ ചെയ്ത് അഡ്സോർബ് ചെയ്തിരിക്കും. സ്റ്റേഷനറി ഫേസിന്റെ സർഫസിൽ ഇതുപോലെ ബൈൻഡ് ചെയ്തിരിക്കും. ഓക്കെ. അങ്ങനെ വരുമ്പോൾ അത് മൊബൈൽ ഫേസിന്റെ കൂടെ ഒഴുകി പോകില്ല. പിന്നെ എപ്പോഴാണ് ഒഴുകുന്നത്? ലാസ്റ്റ് ആയിരിക്കും മൊബൈൽ ഫേസിൻ്റെ കൂടെ ഒഴുകി പോകുന്നത്. അപ്പം അങ്ങനെയാണ് സെപ്പറേഷൻ നടക്കുന്നത്. അപ്പം മൊബൈൽ ഫേസിൻ്റെ അടുത്ത് അഫിനിറ്റി ഉള്ള സാമ്പിൾ മോളിക്യൂൾസ് ആദ്യം ഇലൂട്ട് ചെയ്ത് വരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനറി ഫേസിൻ്റെ അടുത്ത് അഫിനിറ്റി ഉള്ള മോളിക്യൂൾസ് ഇലൂട്ട് ചെയ്ത് വരികയാണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് സെപ്പറേഷൻ നടക്കുന്നത് ഇവിടെ. അപ്പൊ ഇവിടെ ഡിറ്റക്ടർ നമുക്ക് പലതരത്തിലുള്ള ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യാം. ഇതുപോലെ UV ഡിറ്റക്ടർ, IR ഡിറ്റക്ടർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിറ്റക്ടർ, മാസ് സ്പെക് ഡിറ്റക്ടർ, ഇലക്ട്രോ കെമിക്കൽ ഡിറ്റക്ടർ എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ സാധാരണ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ മാസ് സ്പെക് ഡിറ്റക്ടറും IR ഡിറ്റക്ടറും ആണ്. ഇനി അതിനുശേഷം ഇതുപോലത്തെ പീക്സ് കിട്ടും. ഈ പീക്സ് എന്ന് പറഞ്ഞാൽ ഈ പീക്ക് ഫോം ചെയ്യുന്ന ടൈമും ഇതിൽ റെക്കോർഡ് ചെയ്ത് വരും. ഏരിയ, ഈ പീക്കിന്റെ അകത്തുള്ള ഈ കേവ്, പീക്ക് എൻക്ലോസ് ചെയ്യുന്ന ഈ ഏരിയയും റെക്കോർഡ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ റെക്കോർഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പീക്ക് ഉണ്ടാകുന്ന സമയം. ഓക്കെ. രണ്ടാമത് ഈ പീക്കിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഏരിയ. അപ്പൊ ഇത് രണ്ടും റെക്കോർഡഡ് ആകും. ഓക്കെ. ഇനി ഈ ടൈമിനെയാണ് നമ്മൾ റിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത്. ഏരിയ എന്ന് തന്നെ പറയും. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. അതിനാദ്യമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് റൺ ചെയ്യണം. അതായത് ഞാനിപ്പം പറയാം, എൻ്റെ കയ്യിൽ ഒരു സാമ്പിൾ ഉണ്ട്. ആ സാമ്പിൾ ഒരു ഷുഗർ ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഏത് ഷുഗർ ആണെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഞാൻ സസ്പെക്ട് ചെയ്യുന്ന ഷുഗർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സസ്പെക്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസും സൂക്രോസും ആണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഗ്ലൂക്കോസ് ആയിരിക്കാം അല്ലെങ്കിൽ സൂക്രോസ് ആയിരിക്കാം. പക്ഷെ അൺനോൺ ആണ്, ഈ സാമ്പിൾ അൺനോൺ ആണ്, എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്. ഞാൻ സസ്പെക്ട് ചെയ്യുന്നു ഇത് ഒന്നുകിൽ ഗ്ലൂക്കോസ് ആയിരിക്കും അല്ലെങ്കിൽ സൂക്രോസ് ആയിരിക്കുമെന്ന്. ഓക്കെ. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാമോ? അൺനോൺ സബ്സ്റ്റൻസസിനെ HPLCയിൽ റൺ ചെയ്യുന്നതിന് മുൻപായിട്ട് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് റൺ ചെയ്യണം. ആ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഞാൻ സസ്പെക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആയിരിക്കും. അപ്പം ഞാൻ ആദ്യം ഗ്ലൂക്കോസ് റൺ ചെയ്ത് നോക്കും. അപ്പം ഗ്ലൂക്കോസ് ഇതുപോലെ സാമ്പിൾ ഗ്ലൂക്കോസ് ആണ്. അതിൻ്റെ മൊബൈൽ ഫേസ് ഞാൻ തയ്യാറാക്കിയിട്ട് ആ മൊബൈൽ ഫേസിനെ ഇതുപോലെ ഹൈ പ്രഷർ പമ്പ് വഴി പമ്പ് ചെയ്ത് സാമ്പിളിൽ കൂടെ ഈ കോളത്തിലൂടെ അതിനെ കടത്തിവിടും. ഗ്ലൂക്കോസിനെ കടത്തിവിടും. അപ്പോൾ ഗ്ലൂക്കോസിനെ കടത്തിവിടുമ്പം ആ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഇതുപോലെ ലാസ്റ്റ് ഇലൂട്ട് ചെയ്ത് വരും. ഇലൂട്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ അത് ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ ഇതുപോലെ ഒരു റെക്കോർഡർ റെക്കോർഡ് ചെയ്യും. കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിട്ടൻഷൻ പീക്ക് കിട്ടും. അപ്പോൾ റിട്ടൻഷൻ പീക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് ആണ്. അപ്പോൾ 5 മിനിറ്റ് ആയപ്പോഴാണ് ഈ ഒരു പീക്ക് ഫോം ചെയ്തത് ഗ്ലൂക്കോസിന്റെ. മനസ്സിലായോ? അപ്പോൾ ഇത് ഗ്ലൂക്കോസിന്റെ പീക്ക് തന്നെയാണ്. കാരണം ഞാൻ ഗ്ലൂക്കോസ് മാത്രമായിട്ടാണ് ലോഡ് ചെയ്തത്. അതായത് ഈ സാമ്പിളിനകത്ത് ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ, ഗ്ലൂക്കോസ് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു മിക്സ്ചറും ഇല്ല. മനസ്സിലായോ? വേറെ ഒരു സാമ്പിൾ മോളിക്യൂൾസും ഇല്ല. ഓൺലി ഗ്ലൂക്കോസ് ഇസ് പ്രസന്റ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വരുന്നതെല്ലാം ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആയിരിക്കും എന്ന് നമുക്ക്
അറിയാൻ പറ്റും അല്ലേ, കാരണം വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വരുന്ന പീക്ക് എന്തിന്റെ മാത്രമായിരിക്കും? ഗ്ലൂക്കോസിന്റെ മാത്രമായിരിക്കും. അപ്പോൾ അതിന്റെ റിട്ടൻഷൻ ടൈമും കാണിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, 5 മിനിറ്റ് ആയപ്പോഴാണ് ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഇതുപോലെ പീക്കായിട്ട് ഇലൂട്ട് ചെയ്ത് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ദിസ് ഫോംസ് ദ റിട്ടൻഷൻ ടൈം ഓഫ് ഗ്ലൂക്കോസ്. ഇനി ഇതുപോലെ തന്നെ ഞാൻ സൂക്രോസും റൺ ചെയ്യും സെപ്പറേറ്റ് ആയിട്ട്. അടുത്ത ഇതിൽ സൂക്രോസിന് വേണ്ടുന്ന മൊബൈൽ ഫേസ് എടുത്തിട്ട് അത് ഹൈ പ്രഷർ പമ്പ് വഴി പമ്പ് ചെയ്ത് സാമ്പിൾ സൂക്രോസ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. സൂക്രോസ് മോളിക്യൂൾസ് ഇതുപോലെ ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് ഇതുപോലെ മൊബൈൽ ഫേസ് വഴി കോളത്തിലൂടെ ഇലൂട്ട് ചെയ്ത് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ റെക്കോർഡ് ചെയ്തിട്ട് അതിന്റെ റിട്ടൻഷൻ പീക്കും ഫോം ചെയ്യും. അപ്പൊ റിട്ടൻഷൻ പീക്ക് ഓഫ് സൂക്രോസ് എത്രയാണെന്നറിയാമോ? 8 മിനിറ്റ് ആണ്. സ്റ്റാൻഡേർഡ് സൂക്രോസിന്റെ റിട്ടൻഷൻ ടൈം എപ്പോഴും 8 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പൊ 8 മിനിറ്റ് ആയപ്പോഴാണ് സൂക്രോസ് ഇതുപോലെ ഇലൂട്ട് ചെയ്ത് വന്നത്. അപ്പൊ അതിന്റെ റിട്ടൻഷൻ ടൈം 8 മിനിറ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ രണ്ടിന്റെയും റിട്ടൻഷൻ ടൈം ഡിഫറെന്റ് ആണ്, കണ്ടല്ലോ. ഇനി ഞാൻ അൺനോൺ സബ്സ്റ്റൻസിനെ ഞാൻ റൺ ചെയ്യും അതുപോലെ. അപ്പൊ അൺനോൺ സബ്സ്റ്റൻസിനകത്ത് ഒരുപാട് മോളിക്യൂൾസ് കാണും അല്ലേ, അതിനെയാണ് നമ്മൾ സാമ്പിൾ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ഒരുപാട് മോളിക്യൂൾസ് കാണും, ഒരു മിക്സ്ചർ ആയിരിക്കും അത്. അപ്പൊ ഞാൻ സസ്പെക്ട് ചെയ്യുന്നത് ഈ ഗ്ലൂക്കോസോ സൂക്രോസോ എന്റെ സാമ്പിളിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ സാമ്പിൾ റൺ ചെയ്ത് വരുമ്പോൾ എനിക്ക് ഇതുപോലെ 3 പീക്സ് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പൊ ഈ 3 പീക്സിന്റെ ഞാൻ നോക്കുന്നത് എന്താണ്? റിട്ടൻഷൻ ടൈം നോക്കും. ഒരു പീക്ക് ഉണ്ടായത് 2 മിനിറ്റ് ആയപ്പോഴാണ്, മറ്റേ പീക്ക് ഉണ്ടായത് 5 മിനിറ്റ് ആയപ്പോഴാണ്, മൂന്നാമത്തെ പീക്ക് ഉണ്ടായത് 9.5 മിനിറ്റ് ആയപ്പോഴാണ്. മനസ്സിലായോ? അപ്പൊ ഇതില് ഈ 2 സ്റ്റാൻഡേർഡ്സിൽ ഏതുമായിട്ടാണ് ഇത് യോജിക്കുന്നതെന്നുള്ളത് നോക്കും, ഈ റിട്ടൻഷൻ ടൈംസ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അത് 5 മിനിറ്റ് ഉണ്ട്. മനസ്സിലായി? 5 മിനിറ്റ് ഏതിന്റെയാണ്? ഗ്ലൂക്കോസിന്റെയാണ്. അപ്പം ഗ്ലൂക്കോസ് പ്രസന്റ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. രണ്ടാമത് സൂക്രോസ് നോക്കിയപ്പോൾ സൂക്രോസ് ആയിരുന്നുവെങ്കിൽ ഇവിടെ ഒരു പീക്ക് വരണമായിരുന്നു അല്ലെ, 8 മിനിറ്റ് ആകുമ്പോൾ. പക്ഷെ ഇവിടെ പീക്ക് വന്നില്ല. അതിന്റെ അർത്ഥം സൂക്രോസ് ആബ്സെന്റ് ആണെന്ന് അർത്ഥം എന്റെ സൊല്യൂഷനിൽ, അൺനോൺ സൊല്യൂഷനിൽ. ഇങ്ങനെയാണ് നമ്മൾ HPLCയിലൂടെ കോമ്പൗണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. കണ്ടോ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഗ്ലൂക്കോസ് പ്രസന്റ് ആയിരുന്നു എന്ന് മനസ്സിലായി, സൂക്രോസ് ആബ്സെന്റ് ആണെന്ന് മനസ്സിലായി. കണ്ടോ? പക്ഷേ വേറെ 2 പീക്സും കൂടെ എനിക്ക് ഇതിന്റെ കൂടെ കിട്ടി, അൺനോൺ പീക്സ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇത് വേറെ സബ്സ്റ്റൻസസും കൂടെ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത്. ഇങ്ങനെയാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത് സബ്സ്റ്റൻസസിനെ HPLC വഴി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ HPLC വഴി ഐഡന്റിഫിക്കേഷൻ മാത്രമല്ല ക്വാണ്ടിഫിക്കേഷനും ചെയ്യാൻ പറ്റും. അതായത് കോൺസെൻട്രേഷൻ, നമ്മുടെ സാമ്പിളിനകത്ത് എത്ര കോൺസെൻട്രേഷൻ ഉണ്ട് കോമ്പൗണ്ട്സിന്റെ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഏരിയ വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, റിട്ടൻഷൻ ടൈം മാത്രമല്ല, ആ റിട്ടൻഷൻ ടൈം എൻക്ലോസ് ചെയ്യുന്ന, പീക്ക് എൻക്ലോസ് ചെയ്യുന്ന ഏരിയയും നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ, ഗ്രാഫിന്റെ കൂട്ടത്തിൽ നമുക്ക് അതിന്റെ റീഡിങ് കിട്ടും എന്നുള്ളത് പറഞ്ഞു അല്ലേ. അപ്പൊ ഞാൻ ഗ്ലൂക്കോസ്, അപ്പൊ എന്റെ ആ സൊല്യൂഷനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി എത്ര എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ആണ് ഉള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഈ ഒരു എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യും. ഇപ്രാവശ്യം ഞാൻ ചെയ്യുന്നത് ഓരോ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് എടുത്തുകൊണ്ടാണ്. അപ്പൊ ഞാൻ ആദ്യത്തെ പ്രാവശ്യം 10 മില്ലിമോളാർ ഗ്ലൂക്കോസ് റൺ ചെയ്യും. അപ്പൊ എനിക്ക് ഇതുപോലത്തെ ഒരു പീക്ക് കിട്ടും, അതിന്റെ ഏരിയയും കിട്ടും. രണ്ടാമത്തെ പ്രാവശ്യം 20 മില്ലിമോളാർ കോൺസെൻട്രേഷനിലുള്ള ഗ്ലൂക്കോസ് റൺ ചെയ്യും. അപ്പം റിട്ടൻഷൻ ടൈം എപ്പോഴും സെയിം ആയിരിക്കും, പീക്ക് എപ്പോഴും സെയിം ആയിരിക്കും. റിട്ടൻഷൻ ടൈം 5 മിനിറ്റിൽ തന്നെ ആയിരിക്കും ഗ്ലൂക്കോസിന്റെ പീക്ക് കിട്ടുന്നത്. പക്ഷേ ഏരിയയിൽ മാത്രം വ്യത്യാസം വരും. അപ്പം കോൺസെൻട്രേഷൻ ഇവിടെ കൂടിയില്ലേ, 10ന് പകരം 20 ആയി. അപ്പം അങ്ങനെ വരുമ്പോൾ ഏരിയയിൽ വ്യത്യാസം വരും. ആ ഏരിയയിലുള്ള വ്യത്യാസവും ഇവിടെ റെക്കോർഡ് ചെയ്യും. ദെൻ അത് മെഷർമെന്റ് കാണിക്കും. പിന്നെ കുറച്ചും കൂടെ ഒരു 10 മില്ലിമീറ്ററും കൂടെ ഞാൻ കൂട്ടും. അതായത് 30 മില്ലിമീറ്റർ ഗ്ലൂക്കോസ് ഞാൻ റൺ ചെയ്യും. അപ്പം അതിന്റെ ഏരിയ ഇവിടെ റെക്കോർഡ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ വിത്ത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ദ ഏരിയ അണ്ടർ ദ curve also increases. അപ്പോൾ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം എന്താണ് ഏരിയയും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ എൻ്റെ അൺനോൺ സാമ്പിളിലുള്ള ആ ഏരിയ ഈ സ്റ്റാൻഡേർഡ് ഗ്ലൂക്കോസിൽ കിട്ടിയ ഏരിയയായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഇതിൽ ഏത് ഏരിയയാണ്? അതായത് സ്റ്റാൻഡേർഡ് ഗ്ലൂക്കോസ് ഞാൻ 3 റൺ ചെയ്തു. ഒന്ന് 10 മില്ലിമീറ്റർ കോൺസെൻട്രേഷനിൽ, മറ്റേത് 20 മില്ലിമീറ്റർ കോൺസെൻട്രേഷനിൽ, മൂന്നാമത്തേത് 30 മില്ലിമീറ്റർ കോൺസെൻട്രേഷനിൽ അല്ലേ. ഈ 3 കോൺസെൻട്രേഷൻസിൽ ഏത് ഏരിയ ആയിട്ടാണ് എൻ്റെ അൺനോൺ സാമ്പിള് കോയിൻസൈഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കും. എൻ്റെ അൺനോൺ സാമ്പിളിൻ്റെ ഏരിയ, അതിൽ നിന്ന് എനിക്ക് എത്ര കോൺസെൻട്രേഷൻ ആണ് എൻ്റെ സാമ്പിളിൽ ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് കോൺസെൻട്രേഷൻ മനസ്സിലാക്കുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് HPLC ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ HPLC ഒരുപാട് തരത്തിൽ ഉണ്ട്.
നോർമൽ ഫേസ് HPLC ആണ് സാധാരണയായിട്ട് കോമൺ ആയിട്ട് ചെയ്യുന്ന HPLC. അപ്പം നോർമൽ ഫേസ് HPLC ചെയ്യുന്നത് പോളാർ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മിക്സ്ചറിനകത്ത് പോളാർ മോളിക്യൂൾസ് ഉണ്ട്, നോൺ പോളാർ മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് പോളാർ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമൽ ഫേസ് HPLC സാധാരണയായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പോളാർ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് മൊബൈൽ ഫേസ് സെലക്ട് ചെയ്യണം? നോൺ പോളാർ മൊബൈൽ ഫേസ് സെലക്ട് ചെയ്യണം. അപ്പം നോൺ പോളാർ മൊബൈൽ ഫേസ് ഹൈ പ്രഷർ പമ്പ് വഴി ഇതുപോലെ കോളത്തിലേക്ക് കടത്തിവിടുന്നു. പോളാർ മോളിക്യൂൾസിനെ സാമ്പിൾ ഇഞ്ചക്ടറിലൂടെ ഇഞ്ചക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നോൺ പോളാർ മൊബൈൽ ഫേസ് നോൺ പോളാർ സബ്സ്റ്റൻസസിനെ ഇലൂട്ട് ചെയ്ത് ആദ്യം തന്നെ പുറത്തേക്ക് വരും. അപ്പോൾ പിന്നെ പോളാർ മോളിക്യൂൾസ് സ്റ്റേഷനറി ഫേസിൽ അഡ്ഹർ ചെയ്ത് നിൽക്കും. അപ്പോൾ പോളാർ മോളിക്യൂൾസ് അവസാനമേ ഇലൂട്ട് ചെയ്ത് വരുള്ളൂ. കണ്ടോ? അങ്ങനെ നോൺ പോളാർ മോളിക്യൂൾസ് ആദ്യമേ തന്നെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യും. മനസ്സിലായോ? ഇങ്ങനെയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ പോളാർ മോളിക്യൂൾസിന് അഫിനിറ്റി പോളാർ മോളിക്യൂൾസ് ആയിട്ടാണ്, നോൺ പോളാർ മോളിക്യൂൾസിന് അഫിനിറ്റി നോൺ പോളാർ മോളിക്യൂൾസും ആയിട്ടാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് സ്റ്റേഷനറി ഫേസിനകത്ത് എടുത്തിരിക്കുന്നത് സിലിക്ക ജെല്ലാണെങ്കിൽ സിലിക്ക ജെല്ലിൽ OH ഗ്രൂപ്പ് ഉണ്ട്, അത് പോളാറാണ്. അപ്പം അതുകൊണ്ട് തന്നെ പോളാർ മോളിക്യൂൾസ് സിലിക്ക ജെല്ലുമായിട്ട് അഡ്ഹർ ചെയ്ത് നിൽക്കും. മനസ്സിലായോ? അപ്പം ലാസ്റ്റ് മാത്രമേ പോളാർ മോളിക്യൂൾസ് സെപ്പറേറ്റഡ് ആവുകയുള്ളൂ. അങ്ങനെയാണ് പോളാർ മോളിക്യൂൾസിനെ നോൺ പോളാർ മോളിക്യൂൾസിൽ നിന്ന് സെപ്പറേറ്റ് ഔട്ട് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി അടുത്തത് റിവേഴ്സ് ഫേസ് HPLC. റിവേഴ്സ് ഫേസ് HPLC എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമുക്കിപ്പം നോൺ പോളാർ മോളിക്യൂൾസിനെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എടുക്കേണ്ട മൊബൈൽ ഫേസ് പോളാർ ആയിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം ആ നോൺ പോളാർ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിവേഴ്സ് ഫേസ് HPLC ചെയ്യുന്നത്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പം ഇവിടെ എടുക്കുന്നത് പോളാർ മോളിക്യൂൾസ് ആയിരിക്കും, അതായത് പോളാർ മൊബൈൽ ഫേസ് ആയിരിക്കണം ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ പോളാർ മൊബൈൽ ഫേസിനെ ഹൈ പ്രഷർ പമ്പ് വഴി നമ്മൾ ഇതുപോലെ കോളത്തിലേക്ക് പമ്പ് ചെയ്ത് വിടുന്നു. ആ സാമ്പിൾ ഇഞ്ചക്ടർ വഴി നോൺ പോളാർ സാമ്പിൾ മോളിക്യൂൾസിനെ നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നു. അപ്പോൾ നോൺ പോളാർ മോളിക്യൂൾസും മൊബൈൽ ഫേസും കൂടെ കോളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പോളാർ മൊബൈൽ ഫേസ് ഈ സാമ്പിളിലുള്ള പോളാർ മോളിക്യൂൾസിനെ ക്യാരി ചെയ്ത് ആദ്യം തന്നെ ഇലൂട്ട് ചെയ്ത് വരും. സോ പോളാർ മോളിക്യൂൾസ് മൂവ്സ് ഡൗൺ ദ കോളം വിത്ത് മൊബൈൽ ഫേസ് അറ്റ് ഫസ്റ്റ്. അപ്പം ആദ്യം ഇലൂട്ട് ചെയ്ത് വരുന്നത് പോളാർ മോളിക്യൂൾസ് ആയിരിക്കും എലോങ് വിത്ത് ദ മൊബൈൽ ഫേസ്. ലാസ്റ്റ് മാത്രമേ നോൺ പോളാർ മോളിക്യൂൾസ് ഇലൂട്ട് ചെയ്ത് വരുള്ളൂ. അതുവരെ നോൺ പോളാർ മോളിക്യൂൾസ് സ്റ്റേഷനറി ഫേസിൽ അഡ്സോർബ് ചെയ്തിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണ് നമ്മൾ നോൺ പോളാർ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് റിവേഴ്സ് ഫേസ് HPLC. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ പോളാർ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമൽ ഫേസ് HPLC യൂസ് ചെയ്യണം. നോൺ പോളാർ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ റിവേഴ്സ് ഫേസ് HPLC യൂസ് ചെയ്യണം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി അടുത്തത് സൈസ് എക്സ്ക്ലൂഷൻ HPLC ആണ്. നമ്മൾ നേരത്തെ ജെൽ ഫിൽട്രേഷൻ തന്നെ മറ്റു പേരുകളാണ് ജെൽ പെർമിയേഷൻ, സൈസ് എക്സ്ക്ലൂഷൻ എന്നൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ക്രൊമാറ്റോഗ്രഫിയിൽ ജെൽ ഫിൽട്രേഷൻ, ജെൽ സൈസ് എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി, ജെൽ പെർമിയേഷൻ ക്രൊമാറ്റോഗ്രഫി എന്നൊക്കെ നമ്മളത് പഠിച്ചു അല്ലേ. ഇനി നമ്മൾ അതിൻ്റെ തന്നെ HPLC ആണ് നമ്മൾ സൈസ് എക്സ്ക്ലൂഷൻ HPLC എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സൈസ് അനുസരിച്ചാണ് മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് സാമ്പിൾ മോളിക്യൂൾസിന്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സോൾവെന്റ് മൊബൈൽ ഫേസ് എടുക്കുന്നു സോൾവെന്റ് റിസർവെയറിൽ, എന്നിട്ട് അതൊരു ഹൈ പ്രഷർ പമ്പ് വഴി ഇതുപോലെ കോളത്തിലേക്ക് ഫ്ലോ ചെയ്യിക്കുന്നു. സാമ്പിൾ ഇഞ്ചക്ടർ വഴി സാമ്പിൾസ് ഇഞ്ചക്ട് ചെയ്യുന്നു. അപ്പോൾ സാമ്പിൾ എന്ന് പറയുന്ന ഒരു മിക്സ്ചർ ആയിരിക്കും. അതിനകത്ത് സ്മോൾ മോളിക്യൂൾസും കാണും, ബിഗ് മോളിക്യൂൾസും കാണും, ലാർജ് മോളിക്യൂൾസും കാണും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ സ്റ്റേഷനറി ഫേസ് ആയിട്ട് എടുക്കുന്നത് ജെല്ലാണ്, മിക്കവാറും പോളി അക്രിലമൈഡ് ജെല്ലായിരിക്കും. അപ്പോൾ ആ ജെല്ലിൻ്റെ പോർ സൈസ് അനുസരിച്ച് സ്മോൾ മോളിക്യൂൾസ് ആണെങ്കിൽ ആ ജെല്ലിനകത്തുള്ള പോർസ് വഴി കയറി ഇറങ്ങി വരുമ്പം അവസാനമേ ഇത് ഇല്യൂട്ട് ചെയ്ത് എത്തുള്ളൂ ലാസ്റ്റ്. പക്ഷേ ലാർജ് മോളിക്യൂൾസ് ഈ ബീഡ്സിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് വഴി വരുമ്പം ഫസ്റ്റ് ഇലൂട്ട് ചെയ്ത് വരും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇവിടെ മോളിക്യൂൾസ് സെപ്പറേറ്റഡ് ആകുന്നത് സൈസ് അനുസരിച്ച്. അപ്പം ലാർജ് മോളിക്യൂൾസ് ആദ്യം ഇലൂട്ട് ചെയ്തെത്തും, അല്ലെങ്കിൽ ആദ്യം ഇലൂട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യും. സ്മോൾ മോളിക്യൂൾസ് ലാസ്റ്റ് ഇലൂട്ട് ചെയ്ത് വരും. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ HPLC ചെയ്യുന്നത് സൈസ് എക്സ്ക്ലൂഷൻ വഴി. ഇനി അടുത്തത് അയൺ എക്സ്ചേഞ്ച് HPLC ആണ്.
അയൺ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഏത് സാമ്പിൾ ഏത് ചാർജ്ഡ് സാമ്പിൾസിനെയാണോ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ ഓപ്പോസിറ്റ് ചാർജുള്ള സ്റ്റേഷനറി ഫേസിനെ വേണം ഇവിടെ കോളത്തിൽ പാക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് സാമ്പിൾസിനെ സെപ്പറേറ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ ഇവിടെ കോളത്തിൽ പാക്ക് ചെയ്യേണ്ടത് നെഗറ്റീവ്ലി ചാർജ്ഡ് സ്റ്റേഷനറി ഫേസ് ആയിരിക്കണം. ഇസ് ഇറ്റ് ക്ലിയർ? എന്നിട്ട് ഒരു സ്യൂട്ടബിൾ ബഫർ മൊബൈൽ ഫേസിൽ എടുത്തിട്ട് അതിനെ ഹൈ പ്രഷർ പമ്പ് വഴി ഇതുപോലെ പമ്പ് ചെയ്ത് കോളത്തിനകത്തേക്ക് ഫ്ലോ ചെയ്യിക്കണം. അതിനിടയ്ക്ക് സാമ്പിൾ ഇഞ്ചെക്ട് ചെയ്യുക. സാമ്പിൾ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും ഉണ്ടായിരിക്കും. ഇതിൽ എനിക്ക് വേണ്ടത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസിനെ വേണം എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതുപോലെ സാമ്പിൾ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഈ മൊബൈൽ ഫേസിലൂടെ സാമ്പിൾ മൂവ് ചെയ്ത് കോളത്തിലെത്തുമ്പോൾ നെഗറ്റീവ് സ്റ്റേഷനറി ഫേസിലേക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് സാമ്പിൾ മോളിക്യൂൾസ് ഇതുപോലെ ബൈൻഡ് ചെയ്ത് ഇരിക്കും. മനസ്സിലായോ? ബൈൻഡ് ചെയ്തിരിക്കും. അങ്ങനെ ബൈൻഡ് ചെയ്തിരിക്കും. നെഗറ്റീവ്ലി ചാർജ്ഡ് സാമ്പിൾ മോളിക്യൂൾസ് ഇതുപോലെ മൊബൈൽ ഫേസിന്റെ കൂടെ ഒഴുകി ഇലൂട്ട് ചെയ്ത് വരും. മനസ്സിലായോ? അത് ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ പോസിറ്റീവ്ലി അഡ്ഹർ ചെയ്തിരിക്കുന്ന, അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് സ്റ്റേഷനറി ഫേസുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന ഈ പോസിറ്റീവ് സാമ്പിൾസിനെ നമ്മൾ സ്യൂട്ടബിൾ ബഫർ ഉപയോഗിച്ച് അതിനെ എലൂട്ട് ചെയ്തെടുക്കും. ഇങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് അയോൺസിനെ HPLC വഴി. ഇതിനെയാണ് അയൺ എക്സ്ചേഞ്ച് HPLC എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം ഞാൻ ഇതിന്റെ ഓപ്പോസിറ്റ് ചാർജാണ് സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അപ്പം നേരത്തെ പോസിറ്റീവ് ചാർജിനെ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി നെഗറ്റീവ്ലി ചാർജ്ഡ് സാമ്പിൾ മോളിക്യൂൾസിനെയാണ് എനിക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, പോസിറ്റീവ്ലി ചാർജ്ഡ് സ്റ്റേഷനറി ഫേസ് കോളത്തിൽ പാക്ക് ചെയ്യണം. എന്നിട്ട് നേരത്തെ ചെയ്ത അതേ സെയിം പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾസ് ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്റ്റേഷനറി ഫേസുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതേസമയം പോസിറ്റീവ്ലി ചാർജ്ഡ് സാമ്പിൾ മോളിക്യൂൾസ് ഇതുപോലെ മൊബൈൽ ഫേസിലൂടെ എലൂട്ട് ചെയ്ത് വരുന്നു. മനസ്സിലായോ? എന്നിട്ട് ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ബൈൻഡഡ് മോളിക്യൂൾസിനെ സൂട്ടബിൾ ബഫർ ഉപയോഗിച്ച് അതിനെ ഇലൂട്ട് ചെയ്ത് എടുക്കുന്നു. ഇങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെപ്പറേഷൻ ബേസ്ഡ് അപ്പോൺ ഇലക്ട്രിക് ചാർജ്. ഇതിനെയാണ് അയൺ എക്സ്ചേഞ്ച് HPLC എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പോർഷൻസ് പഠിപ്പിക്കാം. എനിവേ, താങ്ക്സ് എ ലോട്ട് മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ യുവർ പേഷ്യന്റ് ലിസണിംഗ് ആൻഡ് കോർപ്പറേഷൻ. താങ്ക് യു.